Hi everyone. In this session, I'm going to talk about the second module of the paper, Environmental Science. ഒരു മൊഡ്യൂള് ഇക്കോളജിയാണ് പറയുന്നത്. ഇക്കോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഇന്ററാക്ഷൻ അമംഗ് ഓർഗാനിസംസ്, ബയോട്ടിക് ആൻഡ് അബയോട്ടിക് കമ്പോണൻസ്. ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ലിവിങ് ആൻഡ് അബയോട്ടിക് എന്ന് പറഞ്ഞാൽ നോൺ ലിവിങ്. ഇക്കോ സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ ഇക്കോളജിയാണ് സ്റ്റഡി. ഇക്കോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഒരു എന്താ പറയുക ടേം ഇന്റഗ്രേഷൻ ഓൾ ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഫാക്ടേഴ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എല്ലാ എലമെന്റ്സും കൂടിയതിനാണ് എക്കോ സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഫങ്ഷൻ ഓഫ് ഇക്കോസിസ്റ്റം, സ്ട്രക്ചർ ഓഫ് ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞിട്ട് വേറൊരു ടോപ്പിക്. അതിൽ പറയുന്നത് ബയോട്ടിക് ഓർ നോൺ ലിവിങ് കോമ്പോണൻസ്. രണ്ട് മേജർ കോമ്പോണൻസ് ആണുള്ളത്, ബയോട്ടിക് ആൻഡ് എബയോട്ടിക്. ഇപ്പൊ എബയോട്ടിക് കോമ്പോണൻസിലാണ് ഈ പറയുന്ന ക്ലൈമറ്റ്, സോയിൽ, ടെമ്പറേച്ചർ, എയർ, വാട്ടർ, സൺലൈറ്റ്, ഹ്യൂമിഡിറ്റി, ഗ്യാസസ്, അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ്, അബയോട്ടിക് അങ്ങനത്തെ ലിമിറ്റ് ഈ പറയുന്ന സപ്പോർട്ടിങ് എലമെന്റ്സ് എല്ലാം വരുന്നത് എന്ന് പറഞ്ഞാൽ ബയോട്ടിക് എലമെന്റ്സിന് വെച്ചാൽ ലിവിങ് ഓർഗാനിസംസിന് സപ്പോർട്ടിങ് ആയിട്ട് നിൽക്കുന്ന, അതിന്റെ ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന എല്ലാ കോമ്പോണൻസും ആണ് നമ്മൾ ഒരു ഇക്കോസിസ്റ്റത്തിലെ അബയോട്ടിക് ഓർ നോൺ ലിവിങ് കമ്പോണൻസിൽ വരുന്നത്. ബയോട്ടിക് ഫാക്ടേഴ്സ് ആണെങ്കിൽ ലിവിങ് കോമ്പോണൻസ്, അതിൽ പ്ലാന്റ്സും ആനിമൽസും മൈക്രോ ഓർഗാനിസംസും ആണ് മെയിൻ ബയോട്ടിക് ഫാക്ടേഴ്സ്, ബയോട്ടിക് ഓർഗാനിസംസ് അല്ലെങ്കിൽ എലമെന്റ്സ് കോമ്പോണൻസ്. എബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഫാക്ഷൻ. അതിൽ എബയോട്ടിക് കോമ്പോണൻസ്, എബയോട്ടിക് ഫാക്ടേഴ്സ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പല രീതിയിൽ. വെച്ചാൽ പിന്നെ ഫിസിക്കൽ ഫാക്ടേഴ്സ് ആയിട്ട് സൺലൈറ്റ്, വാട്ടർ, ടെമ്പറേച്ചർ എല്ലാം വരും. പിന്നെ അതില് പിന്നെ ഓട്ടോട്രോപ്സ്, ഹെറ്ററോട്രോപ്സ് ഒക്കെ ബയോട്ടിക് ഫാക്ഷൻ, നമ്മൾ ബയോട്ടിക് കോമ്പോണൻസിനെ തന്നെ പലതായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് സെൽഫായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ഓട്ടോട്രോപ്സ് എന്ന് പറയാം. അതിൽ തന്നെ ഫോട്ടോട്രോപ്സും ഉണ്ട്, കീമോട്രോപ്സും ഉണ്ട്. ഫോട്ടോസിന്തസിസ് നടത്തിക്കൊണ്ട് ഗ്രീൻ പ്ലാന്റ്സിനെ പോലെ ഫോട്ടോസിന്തസിസിന് കേപ്പബിലിറ്റി ഉള്ളതിനെയാണ് അതൊരു തരം ഓട്ടോട്രോപ്സ്. പിന്നെ ഹെറ്ററോട്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് യു നോ ഹെർബിവോസ്, കാർണിവോസ് ആൻഡ് ഓംനിവോസ് ആണ് ഇതിൽ വരുന്നത്. ഹെർബിവോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഈ പ്ലാന്റ്സിനെ മാത്രം ഭക്ഷിക്കുന്ന പ്ലാന്റ് ഈറ്റേഴ്സ് ആണ്. കാർണിവോസ് എന്ന് പറഞ്ഞാൽ എന്താണ് മാംസം അല്ലെങ്കിൽ പിന്നെ എന്താണ് ഫ്ലഷ് ഇത് നിന്നാണ്. പിന്നെ ഓംനിവോസ് എന്ന് പറഞ്ഞാൽ ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ ഫുഡ് ഈറ്റ് ചെയ്യുന്നതിനെയാണ് അതിന് ഓംനിവോസ് എന്ന് പറയാം. ഓട്ടോട്രോപ്സിന് കേപ്പബിലിറ്റി ഉണ്ട് എന്തിനു വേണ്ടി വെച്ചാൽ ഫുഡ് സെൽഫ് പ്രിപ്പയർ ചെയ്യാനും സ്റ്റോർ ചെയ്യാനും, ഫോർ സ്റ്റോറിങ് ഫുഡ് ഫോർ അതർ ഓർഗാനിസംസ് ടു കൺസ്യൂം. അങ്ങനെയാണ് ഈ ഫുഡ് ചെയിനിന്റെ ഇവല്യൂഷൻ വരുന്നത്. പിന്നെ കീമോ ഓട്ടോട്രോപ്സിൽ വരുന്നത്, ഓട്ടോട്രോപ്സിൽ നമ്മൾ രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു, കീമോ ഓട്ടോട്രോപ്സും ഫോട്ടോ ഓട്ടോട്രോപ്സും. വെച്ചാൽ ഫോട്ടോസിന്തസിസിന് കേപ്പബിലിറ്റി ഉള്ള നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സ് എല്ലാം ക്ലോറോഫിൽ ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഫോട്ടോസിന്തസിസ് പിന്നെ ടേക്കപ്പ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അതേസമയം അതില്ലാണ്ട് തന്നെയും സെൽഫായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന കീമോ ഓട്ടോട്രോപ്സ് ഉണ്ട്. അപ്പൊ അതിലാണ് ബാക്ടീരിയ ദാറ്റ് ഒബ്റ്റെയിൻ എനർജി ഫ്രം ഓക്സിഡേഷൻ ഓഫ് ഇനോർഗാനിക് കോമ്പോണൻസ് എന്ന് പറയുന്നത്. അന്നേരം ഇപ്പം പല ഡികമ്പോസ് ചെയ്യുന്ന ബാക്ടീരിയ ഇതിലൊന്നും ക്ലോറോഫിൽ ഉണ്ടായിട്ടല്ല അതിന് സെൽഫ് ഫുഡ് പ്രിപ്പറേഷൻ പോസിബിൾ ആവുന്നത്. പല പല പറയുന്ന കീമോ ഫാക്ടേഴ്സ് ആണ് അതിലെ കൊണ്ട് അതും അങ്ങനെ എന്താണ് എന്ന് വെച്ചാൽ വിത്തൗട്ട് ഡിപ്പെൻഡിങ് അതർ ഓർഗാനിസംസ് പ്രിപ്പയർ ഫുഡ് സെൽഫ്. പിന്നെ വരുന്നതാണ് ഹെർബിവോസ്, കാർണിവോസും ഓംനിവോസും നമ്മൾ പറഞ്ഞു. അത് ഹെറ്ററോട്രോപ്സിൽ വരുന്ന അതിന്റെ അണ്ടറിൽ വരുന്ന മറ്റുള്ളതാണിത്. ഡീകമ്പോസേഴ്സ് ആണ് വേറൊന്ന്. അതൊരു പിന്നെ എന്ന് വെച്ചാൽ ഡെഡ് ഓർഗാനിക് മാറ്റേഴ്സ് എന്ന് അത് ചെയ്തിട്ടാണ് അതിന്റെ ഫുഡ് അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്നത് അല്ലെങ്കിൽ ലൈഫ് സസ്റ്റെയിൻ ചെയ്യുന്നത്. ഇപ്പം ഡെർട്ടിവോസ് എന്നും പറയും അതിന് ഡീകമ്പോസേഴ്സിന്. ബിക്കോസ് മൈക്രോ ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ, ഫംഗി, ലാർജർ ഡീകമ്പോസർ പറയാച്ചാൽ എർത്ത് വേമാണ്. എന്നുവെച്ചാൽ അത് മറ്റുള്ള ഡേർട്ടിൽ നിന്നുള്ള ഫുഡ് അതാണ് കൺസ്യൂം ചെയ്യുന്നത്. അതിനെ എന്താ പറയുക ഡിവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് പിന്നെ അങ്ങനെയാണ് അതിന്റെ ഫുഡ് ഇത് വരുന്നത്, ഫുഡ് കൺസ്യൂമിങ് വരുന്നത്. പിന്നെ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ഇൻ നേച്ചർ എന്ന് പറഞ്ഞിട്ട് വേറൊരു ടോപ്പിക്. ഈ പറയുന്ന പോർഷനിലെല്ലാം നമുക്ക് സിലബസിൽ ഫിറ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അതിൽ പിന്നെ അതുപോലെ തന്നെ ലെവൽസ് ഓഫ് ഓർഗനൈസേഷനിൽ ഒന്ന് വരുന്നത് സ്പീഷീസ് എന്ന് പറഞ്ഞിട്ടാണ്, ഒരു കോൺസെപ്റ്റ് ആണ് സ്പീഷീസ്. അതിൽ സ്പീഷീസിന്റെ ഡെഫിനിഷൻ ഇതാണ്: സെറ്റ് ഓഫ് ഓർഗാനിസം റിസംബിൾ വൺ അനദർ ഇൻ appearance and behavior. From resemble one another, set of organisms
ഒരു സ്പീഷീസ് എന്ന് പറയും. ഇപ്പൊ നമ്മൾ കാറ്റ് സ്പീഷീസിൽ പെടുന്നതാണ് മറ്റുള്ള ടൈഗർ. അപ്പൊ അതിന് ഒരു റിസംബിൾ ഇൻ അപ്പിയറൻസ് ആൻഡ് ബിഹേവിയർ, എന്തെങ്കിലും അതുമായിട്ട് എന്തുണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരു കണക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിസംബ്ലൻസ് ഉണ്ടാവും. റിമെമ്പർ, എനർജി ഫ്രം ഫുഡ് ഫ്ലോ, ഒരു എനർജി ഫ്ലോ ആണ് ശരിക്കും. ഇറ്റ്സ് എനർജി ഫ്ലോ ഫ്രം ഡിഫറെന്റ് ലെവൽസ് ആണ്. ഇപ്പൊ നമ്മളിപ്പോ നോർമലി ഒരു ഫുഡ് ചെയിന് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാ വെച്ചാൽ ഗ്രാസ്, അത് ഡീർ കഴിക്കുന്നു, ഡീർ അത് ഗ്രാസ് കൺസ്യൂം ചെയ്യുമ്പോൾ അതിന് ആ ഡീറിന് ലയൺ കഴിക്കുമ്പോൾ ഇതിങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. അതുകൊണ്ട് തന്നെയാണ് ദാറ്റ്സ് ദ റീസൺ വൈ ഫുഡ് ചെയിൻസ് ബിക്കം സോ ഇമ്പോർട്ടൻറ്റ്. അതിലൊരു ബ്രേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്പീഷീസ് ഇല്ലാണ്ടായി പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വംശം എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് എത്രമാത്രം ടഫ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമുക്ക് ഇത്രയും പ്രോബ്ലമാറ്റിക് ആണ്, അല്ലെങ്കിൽ ഒരു എന്താ നമുക്ക് പറയാ വെച്ചാൽ ഒരു ഭീഷണിയായി മാറുന്നത് ആസ് എ ഹോൾ ഭീഷണിയാവുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഫുഡ് ചെയിൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സിന്റെ ആ ഒരു പിന്നെ അല്ല മറ്റു ബാക്കിലുള്ളത് ലേറ്റർ സൂണർ ഓർ ലേറ്റർ എക്സ്റ്റിങ്ക്റ്റ് ആയി പോകണം. കാരണം അതിന്റെ ഫുഡാണ് ഇല്ലാണ്ടാവുന്നത്. അതാണ് ഒരു എക്സാമ്പിൾ ഗ്രാസ് ഡിയർ ലയൺ, വേറൊന്ന് ഗ്രാസ് കാറ്റിൽ മാൻ. ഇതെല്ലാം ഇങ്ങനെ ഫുഡ് ചെയിൻ ഡിഫറെന്റ് കൈൻഡ്സ് ഉണ്ടാവാം. അപ്പൊ അതിൽ തന്നെ 2 ടൈപ്പ് ഫുഡ് ചെയിൻ നമ്മൾ പഠിപ്പിക്കാനുണ്ട്. ഒന്ന് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എന്ന് വെച്ചാൽ സ്റ്റാർട്ട് ഫ്രം ഗ്രീൻ പ്ലാന്റ്. നമ്മൾ നോർമലി എഴുതുന്ന എക്സാമ്പിൾസ് എല്ലാം ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആണ്. ആനിമൽസ്, ഗ്രേസിംഗ് ആനിമൽസ് ടു മീറ്റ് ഈറ്റർ വരുന്ന പിന്നെ വരുന്ന ഒരു ഫുഡ് ചെയിൻ ആണ് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ. ഇറ്റ് സ്റ്റാർട്ട് ഫ്രം ഡെഡ് ഓർഗാനിക് മാറ്റർ. ഡെഡ് ഓർഗാനിക് മാറ്റർ എന്നാണ് അത് വരുന്നത്. എന്നിട്ട് അത് പ്രിഡേറ്റേഴ്സിലേക്ക് ഇങ്ങനെ പോകും. ഡെഡ് ഓർഗാനിക് മാറ്റർ കൺസ്യൂം ചെയ്യുന്ന, ഒന്നാലോചിച്ച് വെക്കുക, ഡീകമ്പോസറിൽ നമ്മൾ പറഞ്ഞൊരു എക്സാമ്പിൾ ആണ് പിന്നെ ഈ പറയുന്ന എർത്ത് വേമിന് മറ്റുള്ള പ്രിഡേറ്റേഴ്സ് ഭക്ഷിക്കുമ്പോൾ നടക്കുന്ന ഒരു ഫുഡ് ചെയിൻ. അതിൽ ഗ്രീൻ പ്ലാന്റ്സ് ഇൻവോൾവ് അല്ല. ഒബ്വിയസ്ലി അതിന്റെ പിന്നെ ഈ പറഞ്ഞ ഡെഡ് ഓർഗാനിക് മാറ്റേഴ്സ് കൺസ്യൂം ചെയ്തുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. അതിൽ നിന്ന് തുടങ്ങിയിട്ട് പല പ്രിഡേറ്റേഴ്സിലായിട്ട് അവസാനിക്കുകയാണ് ചെയ്യുക. പിന്നെ ഫുഡ് വെബ്സ് ആണ് വേറൊന്ന്. ഇന്റർ കണക്ഷൻ ഓഫ് ഫുഡ് ചെയിൻ. ഇപ്പൊ ഒരുപാട് ടൈപ്പ് ഫുഡ് ചെയിൻ. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞതിൽ തന്നെ ഒന്ന് ഗ്രാസ് ഡീർ ലയൺ എന്ന് പറഞ്ഞു, വേറൊന്ന് ഗ്രാസ് കാറ്റിലിനെ കഴിക്കുന്ന മാൻ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരുപാട് ഫുഡ് ചെയിൻസിന്റെ ഒരു കോമ്പിനേഷനെയാണ് അല്ലെങ്കിൽ ഇന്റർ കണക്ഷനെയാണ് നമ്മൾ ഈ പറയുന്ന ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ഫുഡ് ചെയിൻ അത് മുഴുവനും കണക്റ്റഡ് ആയിട്ട് ഡെഫിനേഷൻ ഗോസ് ലൈക്ക് ദിസ്: individual food chains become interconnected to form the food web. പിന്നെ ട്രോപ്പിക് ലെവൽ ആണ് അടുത്ത മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത്. ട്രോപ്പിക് ലെവൽ, ഈച്ച് ഫുഡ് ചെയിൻ അതിൽ ഒരു മെനി ഫീഡിങ് സ്റ്റേജസ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിൽ പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ, ടെർഷ്യറി കൺസ്യൂമർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പ്രൈമറി കൺസ്യൂമറിലാണ് ഈച്ച് ഫുഡ് അതിൽ പല സ്റ്റേജസിൽ പ്രൈമറി കൺസ്യൂമർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഓൾവേസ് ഇറ്റ് മസ്റ്റ് ബി ഗ്രീൻ പ്ലാന്റ്സ്. പിന്നെ വരുന്നതാണ് സെക്കൻഡറി, അതിൽ ഹെർബിവോർസ് ആയിരിക്കും ഓൾമോസ്റ്റ് ഓൾവേസ്. പിന്നെ ടെർഷ്യറി കൺസ്യൂമേഴ്സിലാണ് നമ്മളെ പിന്നെ ഗ്രീൻ പ്ലാന്റ് അല്ലെങ്കിൽ മറ്റുള്ള കാർണിവോർസ്, ഓംനിവോർസ് എല്ലാം വരുന്നത്. ഓക്കെ, ഇങ്ങനെ ഇത്രയാണ് ഫുഡ് ചെയിനിന്റെ ആസ്പെക്ട്സ് വരുന്നത്. ഫുഡ് വെബ്, ഫുഡ് ചെയിനിന്റെ ആസ്പെക്ട് വരുന്നത്. പിന്നെ ഇക്കോസിസ്റ്റത്തിന്റെ സ്ട്രക്ചർ ആണ്, കോമ്പോസിഷൻ ഓഫ് സ്പീഷീസ്, പോപ്പുലേഷൻ. അപ്പൊ അത് ആ സ്ട്രക്ചറും ബാലൻസ് പോകുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന എക്സ്റ്റിങ്ഷൻ ഓഫ് സ്പീഷീസ്, മറ്റുള്ള ഇക്കോളജിക്കൽ ഇംബാലൻസ് കൊണ്ടുവരുമ്പം ആണ് പിന്നെ പല സ്പീഷീസും എക്സ്റ്റിങ്ക്റ്റ് ആയി പോകുന്നത്. മൊത്തത്തിലുള്ള ഒരു ഈ പറയുന്ന എനർജി ഫ്ലോ എല്ലാത്തിലും എന്താ പറയുന്ന ഒബ്സ്ട്രക്ഷൻ വരുന്നത്, തടസ്സങ്ങൾ വരുന്നതും പ്രോബ്ലംസ് ഉണ്ടാവുന്നത്. അപ്പൊ അതില് ടെമ്പറേച്ചർ, ലൈറ്റ്, ഹ്യൂമിഡിറ്റി, ഇങ്ങനെ ഹ്യൂമിഡിറ്റി എല്ലാം അതിലെ ആസ്പെക്ട്സ് ആണ്. പല രീതിയിലും പല സ്പീഷീസും എക്സ്റ്റിങ്ക്റ്റ് ആയി പോകാൻ പല റീസൺസ് ഉണ്ട്, അപ്പാർട്ട് ഫ്രം മാൻമെയ്ഡ് റീസൺസ്. അതാണെന്ന് പറയുന്നത്. അപ്പൊ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്കോസിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്ന് എന്താണ്? റേറ്റ് ഓഫ് ബയോളജിക്കൽ എനർജി ഫ്ലോ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ അത് സ്റ്റെബിലൈസ് ചെയ്യലാണ്. അപ്പം റേറ്റ് ഓഫ് ന്യൂട്രിയൻസ് ആയാലും ബയോളജിക്കൽ അങ്ങനെയുള്ള എല്ലാ ആസ്പെക്റ്റും കൺട്രോൾ ചെയ്യുന്നത് ഈ ഇക്കോസിസ്റ്റം ആണ്. ഓക്കെ, സോ എനർജി ഫ്ലോ ഇൻ എൻ ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞ വേറൊരു ടോപ്പിക്കും കൂടിയുണ്ട്. അതിൽ മൂവ്മെന്റ് ഓഫ് എനർജി ത്രൂ എൻ എക്കോസിസ്റ്റം ഫ്രം എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്നുള്ളതാണ്. എക്സ്റ്റേണൽ എൻവയോൺമെന്റ് മോസ്റ്റ് ഫണ്ടമെന്റൽ പ്രോസസ് ആണിത്. ഇറ്റ് ഡിറ്റർമൈൻസ് ദ വെരി നേച്ചർ ഓഫ് ലൈഫ്. അപ്പൊ അതിൽ സ്പീഷീസ് കനോട്ട് സർവൈവ് വിത്തൗട്ട് എനർജി. ഇതിലുള്ള പോയിന്റ്സ് ആണ് ഞാൻ പറയുന്നത്. ഷോർട്ട് നോട്ട്സ് പോയിന്റ്സ് പറയുന്നതാണ്. ഇറ്റ്സ് എ ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം വൺ ട്രോപ്പിക് ലെവൽ ടു അനദർ. വൺ ട്രോപ്പിക് ലെവൽ ടു അനദർ എന്നാണ്. അതാണ് നമ്മളിപ്പോ സോളാർ എനർജി ആണ്. ഇറ്റ്സ് ട്രാപ്ഡ് ബൈ ഗ്രീൻ പ്ലാന്റ്സ്. നമുക്കറിയുന്ന നോർമൽ ഫോട്ടോസിന്തസിസ് പ്രോസസ്സിൽ വാട്ട് ഇസ് ഹാപ്പണിങ്? ഇറ്റ്സ് ദ ട്രാപ്പിംഗ് ഓഫ്
സോളാർ എനർജി ഫസ്റ്റ് തിങ് ഹാപ്പനിങ്. പിന്നെ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഫോട്ടോസിന്തസിസ്. സ്റ്റോർ ഓഫ് കാർബോഹൈഡ്രേറ്റ് ആയിട്ടാണ് ഈ ഫോട്ടോസിന്തസിസിലൂടെ ഗ്രീൻ പ്ലാന്റ്സ് കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് പിന്നെ സ്റ്റോർ ചെയ്യുന്നത്. ആ പാർട്ട് ഓഫ് ദിസ് കെമിക്കൽ എനർജി യൂസ്ഡ് ബൈ, സോ ഈ പറയുന്ന കെമിക്കൽ എനർജി സൺലൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ ആഗിരണം ചെയ്യുന്ന എനർജി എന്ത് ചെയ്യുന്നു വെച്ചാൽ ഗ്രീൻ പ്ലാന്റ്സ് അത് കെമിക്കൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. ആൻഡ് മേജർ പോർഷൻ ഓഫ് എനർജി ഇസ് കൺസ്യൂംഡ് ഇൻ ദ ഫോം ഓഫ് ഫുഡ് ബൈ കൺസ്യൂമേഴ്സ് അറ്റ് ഡിഫറെന്റ് ട്രോപ്പിക് ലെവൽസ്. ഒന്നിന്ന് കിട്ടുന്ന അടുത്ത കൺസ്യൂമറിൽ എത്തുമ്പോഴത്തേക്ക് തന്നെ അത്രയും എനർജിയിൽ കുറവ് ആണ് വരുന്നത്. ആൻഡ് ഫ്ലോ ഓഫ് എനർജി ലൈക്ക് പ്രൊസീജിയർ ആണ് കൺസ്യൂമർ പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ പോകുന്ന ഇങ്ങനെ. അപ്പോൾ 90% അതിലെ ഒരു മെയിൻ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് 90% ഓഫ് എനർജി ഇസ് ലോസ്റ്റ് when it is transferred from one topic level to another. സെക്കൻഡ് മൊഡ്യൂളിൽ ഇക്കോളജി എന്ന് പറഞ്ഞ മൊഡ്യൂളിൽ വേറൊരു മെയിൻ പോർഷനാണ് ഇക്കോളജിക്കൽ ബാലൻസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് ചേഞ്ചസ്. അപ്പം നമ്മൾ ഈ പറയുന്ന പോലെ മറ്റുള്ള പല ഹ്യൂമൻ ഇന്ററപ്ഷൻ കൊണ്ടുമെല്ലാം ഇക്കോളജിയിൽ അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ വരുന്ന ഇംബാലൻസും അതിന്റെ കോൺസിക്വൻസസും ആണ് ദിസ് പോർഷൻ ടോക്സ് അബൌട്ട്. ഇക്കോസിസ്റ്റം ചേഞ്ച് ഡ്യൂറിങ് ജിയോളജിക്കൽ ടൈം. കാരണം ഓരോ കാലം കഴിയുന്നതിന് പല ചേഞ്ചസും ഇക്കോസിസ്റ്റത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി റെസിസ്റ്റ് ആൻഡ് കംസ് ബാക്ക് ടു ഇക്വിലിബ്രിയം. നോർമലി നമ്മൾ മറ്റുള്ള ഹ്യൂമൻ ഇന്ററപ്ഷൻ അല്ലെങ്കിൽ അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസും ക്രിയേറ്റഡ് അല്ലെങ്കിൽ എല്ലാ ചേഞ്ചസ് ഈവൻ ഫോറസ്റ്റ് ഫയർ മുതലുള്ള ചേഞ്ചസ് എല്ലാം അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ നാച്ചുറൽ കലാമിറ്റീസ് എല്ലാം ഇക്കോളജി അല്ലെങ്കിൽ ഈ പറയുന്ന നേച്ചർ തന്നെ ബാലൻസ് ചെയ്യും. പക്ഷെ അതിനുള്ളൊരു മെക്കാനിസത്തിനെയാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് HOMEOSTASIS എന്ന് കാണുന്ന ഒരു ന്യൂ ടെർമിനോളജിയാണ്. അതിനെയാണ് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സിന് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ബട്ട് വെൻ വി ഡിസ്റ്റർബ് ദ ബാലൻസ് ഇൻ നേച്ചർ ഇറ്റ്സ് പ്യുവർ ഇംബാലൻസ് ഒക്കേഴ്സ് എന്നാണ്. പിന്നെ അത് ഇംബാലൻസ് ആയിട്ടുണ്ടെങ്കിൽ ഡിഫോറസ്റ്റേഷൻ മുതൽ മറ്റുള്ള ഈ പറയുന്ന സ്പീഷീസ് ഡിസപ്പിയറിങ്ങും എല്ലാം വരുന്നത് ഹ്യൂമൻ ഇന്ററപ്ഷൻ കൊണ്ടാണ്. അതുപോലെ തന്നെ റെയിൻഫോൾ ഗെറ്റ്സ് എഫക്റ്റഡ്. അതൊരു വേറൊരു കോൺസിക്വൻസ് ആണ്. മറ്റുള്ള പല ഇപ്പം ഡ്രെയിനിങ് പിന്നെ അണ്ടർഗ്രൗണ്ട് വാട്ടറിൻ്റെ അതിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ കൊണ്ടും എല്ലാം ഹ്യൂമൻ ഇന്ററപ്ഷൻ ആണ് ഇതിനെല്ലാം മെയിൻ റീസൺ. സോ every ecosystem is naturally attained balance is there, already existing balance ഉണ്ട്, and it's perfect harmony with the rest. But clearing of forest to build dams, seeking to establish new അങ്ങനെ മറ്റുള്ള ന്യൂ എക്കോസിസ്റ്റം ഇപ്പം വയലുകൾ നികത്തിയിട്ട് വീടുകൾ ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെയുള്ള വലിയ അതെല്ലാം എന്ന് പറഞ്ഞ ഒരു എക്കോ സിസ്റ്റം തന്നെ അല്ലെങ്കിൽ ഒരു അവിടെ പോകുന്നത് അല്ലെങ്കിൽ ക്ലിയർ ആയി പോകുന്നത് പല സ്പീഷീസിന്റെ ഒരു ടുഗെദർനെസ് ആണ്. അപ്പം അത് വലിയ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. ന്യൂ എക്കോളജി അത് അവിടെ സ്റ്റെബിലൈസ് ആവും. ചിലപ്പോൾ പുതിയതായിട്ട് വരുന്ന ഒരു എക്കോളജി അല്ലെങ്കിൽ ഇക്കോ സിസ്റ്റം അവിടെ പക്ഷെ അതിന്റെ ഇംബാലൻസ് ചിലപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇംബാലൻസിനെ മീറ്റ് ചെയ്യാൻ ചിലപ്പം ഈ പറയുന്ന ത്രൂ ഔട്ട് പറ്റണം എന്നില്ല എന്നാണ്. ആൻഡ് ഇൻഹാബിറ്റൻസ് ഓഫ് ഓൾഡ് ഇക്കോസിസ്റ്റം ഡിസപ്പിയർ. പിന്നെ ഒരു ഫോറസ്റ്റ് ഫയർ അല്ലെങ്കിൽ അങ്ങനെയുള്ള നാച്ചുറൽ കലാമിറ്റീസിലൂടെ പോവുകയാണെങ്കിൽ പല സ്പീഷീസും അവിടെ ക്ലിയർ ആയിട്ട് പോവാണ്, പക്ഷെ ഡിസപ്പിയർ ചെയ്യും. പക്ഷെ വീണ്ടും വരാനുള്ള അല്ലെങ്കിൽ അത് വീണ്ടും റീഎസ്റ്റാബ്ലിഷ്ഡ് ആവാനുള്ള പ്രൊവിഷൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മളായിട്ടിപ്പം ഒരു വയൽ നികത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം ഡാമിന് വേണ്ടിയിട്ട് അന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് നോ പോസിബിലിറ്റി ടു take that or get that balance back. അവിടെയാണ് ഡിസാസ്ട്രസ് കോൺസിക്വൻസസ് at this level അങ്ങനെ occur ചെയ്യുന്നത്. അങ്ങനെയാണ് സൈക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്ന വേറൊരു ടോപ്പിക്കാണ്. ഇറ്റ്സ് എ ഗ്രാജുവൽ പ്രോസസ് ബൈ വിച്ച് ഇക്കോസിസ്റ്റം ചേഞ്ച് ആൻഡ് ഡെവലപ്പ് ഓവർ ടൈം. ഇക്കോസിസ്റ്റം സ്റ്റേബിൾ ആയിട്ട് നിൽക്കില്ല, അതിൽ സ്പീഷീസിന്റെ എണ്ണം കൂടാം കുറയാം. അപ്പം അതിനെയാണ് ഇക്കോളജിക്കൽ സക്സഷൻ വെച്ചാൽ ഒരു ഓവർ ടൈം ചേഞ്ച് ഡെവലപ്പ് ഓവർ ടൈം ഡെവലപ്പും ചേഞ്ചസുമായിട്ടുള്ള അതിൻ്റെ ഒരു സക്സഷനെയാണെന്ന് പറയും. ഇപ്പം വോൾക്കാനിക് ഇറപ്ഷൻ ആണെങ്കിൽ ആ ഒരു പാർട്ട് ഓഫ് ദി ഐലൻഡ് ഡിസപ്പിയേഴ്സ്. ഒരു വോൾക്കാനിക് ഇറപ്ഷൻ വരും, പിന്നെ അവിടെ ഒരുപാട് കാലത്തേക്ക് ഒരു സ്പീഷീസും അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്രയും ഈ പറയുന്ന കെമിക്കൽ പ്രോസസ് ഒക്കെ വരുന്ന പ്രോബ്ലമാണ്. പക്ഷെ എന്താണ് ഹാബിറ്റൻസ് ആർ കോൺസ്റ്റന്റ്. അതുകൊണ്ട് തന്നെ അവിടെ ഹാബിറ്റാറ്റ്സ് ചേഞ്ച് ചെയ്യപ്പെടാം. ഹാബിറ്റൻസ് ആ ഒരു കണ്ടിന്യൂസ് റീപ്ലേസ്മെന്റ് എല്ലാം നടക്കാം. ഇക്കോളജിക്കൽ സക്സഷൻ വെൻ കണ്ടീഷൻസ് ഓഫ് എൻവയോൺമെന്റ് ചേഞ്ച്, എക്സാമ്പിൾ ലൈക്ക് ഫോറസ്റ്റ് ഫയർ, വിൻഡ് സ്റ്റോം, ഹ്യൂമൻ ആക്ടിവിറ്റീസ്. അതാണ് ഏറ്റവും പ്രോബ്ലം വരുന്നത്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ് മെയിൻ ആയിട്ടുള്ള
അപ്പോൾ അതിൽ ചേഞ്ച്ഡ് കണ്ടീഷനിൽ ഡിസ്ട്രക്ഷൻ ഓഫ് സ്പീഷീസ് ആണ് ഏറ്റവും മെയിൻ കോൺസിക്വൻസ് വരുന്നത്. ഡിസ്ട്രക്ഷൻ ഓഫ് സ്പീഷീസ്. So altering dynamics of the ecological community. So dynamics അതിന്റെ normal existing possibilities ആണ് challenged ആവുന്നത്. അപ്പോൾ ecological imbalance-നെ പറ്റി we're talking about ecological imbalance. And some species become less abundant and even vanish from the ecosystem. അപ്പോൾ അതിനെയാണ് എക്സ്റ്റിങ്ഷൻ ഓഫ് സ്പീഷീസ് എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത്. അപ്പോൾ അത് ഫുഡ് ചെയിനിനെ എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ അങ്ങനെ എനർജി ഫ്ലോനെയും അങ്ങനെ മൊത്തത്തിൽ ഇക്കോളജിയുടെ ബാലൻസിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞു തുടങ്ങിയത്. So extends over time until stable community. അതിനെയാണ് നമ്മൾ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. വെച്ചാൽ ഒരുപാട് ഈ നാച്ചുറൽ കലാമിറ്റിയിലൂടെ എല്ലാം കടന്നു വന്ന് പുതിയ കുറേ കാലം കൊണ്ട് അവിടെ സ്റ്റേബിലൈസ്ഡ് ആവുന്ന ഒരു കമ്മ്യൂണിറ്റിനെയാണ് നമ്മൾ എൻ പ്രോഡക്റ്റ് എന്നാണ് ശരിക്കും. ഇറ്റ്സ് എൻ എൻ പ്രോഡക്റ്റ് ഓഫ് ദി സക്സസ്ഫുൾ സീക്വൻസ് എന്നാണ് ശരിക്കും. ഒരുപാട് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നെല്ലാം പറയുന്ന പോലെ തന്നെ സർവൈവ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് സർവൈവിങ് പോസിബിലിറ്റി ഉള്ളത് എന്തായി മാറുന്നു പറഞ്ഞാൽ ഒരു ഇക്കോസിസ്റ്റത്തിലെ ഡൊമിനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ട് അവിടെ സ്റ്റേബിൾ കമ്മ്യൂണിറ്റി ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ആയിട്ട് മാറും. സോ അതിൽ വെൻ സക്സഷൻ സ്റ്റാർട്ട്സ് ഫ്രം ബാരൻ ലാൻഡ്, അപ്പോൾ അത് പ്രൈമറി സക്സഷൻ എന്നാണ് നമ്മൾ അതിനെ പറയുക. ബാരൻ ആയിട്ടുള്ള ഒരു ലാൻഡിൽ നിന്ന് തുടങ്ങി വരുന്നതിനാണ് അതിന് പ്രൈമറി സക്സഷൻ എന്ന് പറയുക. പിന്നെ അത് എവറിത്തിങ് സെക്കൻഡറി സക്സഷൻ അതിന് ശേഷം വരുന്ന വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പം ഒരു വോൾക്കാനിക് ഇറപ്ഷൻ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ തുടങ്ങുന്നതിന് ശരിക്കും ബാരൻ ലാൻഡ് തന്നെയാണ്. അത് വേറെ ഒന്നും അവിടെ അപ്പം അവിടെ സ്പിറ്റ് ചെയ്ത് വരുന്ന ആദ്യത്തതിന് പ്രൈമറി സക്സഷൻ, പിന്നെ ലേറ്റർ അതിനെ മാറിയിട്ടും അത് തന്നെ സ്റ്റേബിളായിട്ട് നിന്നതിനെല്ലാം സെക്കൻഡറി സക്സഷൻ എന്ന് പറയുന്നു. പിന്നെ സെക്കൻഡറി മെഷേഴ്സ് ആണ് ലൈക്ക് ഈ പറയുന്ന പ്രീവിയസ്ലി കോളനൈസ്ഡ് ആയിട്ടുള്ള അവിടെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഡിസ്റ്റർബ്ഡ് ആൻഡ് ഡാമേജ്ഡ് ഹാബിറ്റാറ്റിൽ പുതിയ സക്സഷൻ നടക്കുക അല്ലെങ്കിൽ കുറച്ചും കൂടി ഫിറ്റ് ചെയ്യുന്ന ഓർഗാനിസംസ് അല്ലെങ്കിൽ പറയുന്ന സ്പീഷീസ് അവിടെ സ്റ്റേബിളായി മാറുകയാണ്. അപ്പോൾ അതിനെയും നമ്മൾ സെക്കൻഡറി സക്സഷൻ എന്ന് പറയും. ഈ മൊഡ്യൂളിൽ സെക്കൻഡ് മൊഡ്യൂളാണ് ടോക്കിംഗ് അബൌട്ട് ഇക്കോളജി എന്ന് പറയുന്ന സെക്കൻഡ് മൊഡ്യൂളിൽ മെയിൻ പോർഷൻസ് ഫുഡ് ചെയിൻ, ഇക്കോളജി, ഇക്കോളജിക്കൽ ബാലൻസ്, പിന്നെ അതുപോലെ തന്നെ എനർജി ഫ്ലോ എന്നുള്ള ഒരു ടോപ്പിക്കാണ്. ലാസ്റ്റ് മെയിൻ ടോപ്പിക്കാണ് EIA എന്ന് പറയുന്നത്. അത് എൻവയോൺമെന്റ് റിഗാർഡഡ് ആയിട്ടുള്ള EIA. ടോക്ക് അബൌട്ട് ഇറ്റ് ലേറ്റർ. സെക്കൻഡ് മൊഡ്യൂളിൽ നെക്സ്റ്റ് മെയിൻ ടോപ്പിക്കാണ് EIA എന്ന് പറയുന്നത്, എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ്. അത് ശരിക്കും ഈ സിസ്റ്റമാറ്റിക് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഇമ്പാക്ട്സ് എന്നാണ്. ശരിക്കും എന്ന് വെച്ചാൽ ഒരു പ്രൊജക്റ്റ് അണ്ടർടേക്ക് ചെയ്യുമ്പോൾ ഇറ്റ് ടെൻസ് ടു ഡിസ്റ്റർബ് ദി കോമ്പോണൻസ് ഓഫ് എൻവയോൺമെൻറ്റ്. എങ്ങനെയായാലും കമ്പനീസ് തുടങ്ങുക അല്ലെങ്കിൽ ഫാക്ടറീസ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം അതിൻ്റെതായ ഒരു എന്തുണ്ടാവും എന്ന് പറഞ്ഞാൽ ഇമ്പാക്റ്റ് ഉണ്ടാവും എൻവയോൺമെൻറ്റിൽ. ഉറപ്പായിട്ടും ഡിഫോറസ്റ്റേഷൻ ചിലപ്പോൾ നടക്കേണ്ടി വരും, ലാൻഡ്സിൻ്റെ പല ഫോം മാറ്റം. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അസസ് ചെയ്യലാണ് ഈ പറയുന്നത്. അതിൻ്റെ ഇമ്പാക്ട്സ് ആർ സ്റ്റഡീഡ്. ആക്ച്വലി ഈ പ്രോസസ്സിൽ നടക്കുന്നത് ശരിക്കും ഫസ്റ്റ് തന്നെ ഇതിൽ ഇമ്പാക്ട്സ് സ്റ്റഡി ചെയ്യും, എന്നിട്ട് റെമഡിയൽ മെഷേഴ്സ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ EIA മാൻഡേറ്ററി ആയിട്ട് വന്ന ഇയറാണ് 1994 ഫോർ സർട്ടൻ ടൈപ്സ് ഓഫ് പ്രോജക്ട്സ്. അതിൽ മാൻഡേറ്ററി എന്ന് പറഞ്ഞാൽ കമ്പൽസറി ആയിട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1994 ഒരു ടൈപ്പ് ഓഫ് പ്രോജക്ട്സ് എന്ന് വെച്ചാൽ ചിലപ്പോൾ പ്രോജക്ട്സ് പ്രൊപ്പോസ് ടു സബ്മിറ്റ് ദ EIA റിപ്പോർട്ടാണ്. പല പ്രോജക്റ്റും തുടങ്ങുന്നതിന് മുന്നേ ഒരു എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് അതിൻ്റെതായ അതോറിറ്റീസിൽ സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിന് കൂടുതലായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാക്കില്ല എന്നുള്ള അഷുറൻസ് വാങ്ങലാണ്, അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു റിപ്പോർട്ട് സബ്മിഷനാണ് ശരിക്കും പറഞ്ഞാൽ സംഭവിക്കുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് പ്ലാൻ അതിൽ ഇൻവോൾവ് ആയിരിക്കും. അതിൽ വെച്ചാൽ എങ്ങനെ എത്രമാത്രം പ്രകൃതിനെ സംരക്ഷിച്ചുകൊണ്ട് നമ്മളെ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഡീറ്റെയിൽസ് ഓഫ് പബ്ലിക് ഹിയറിംഗ്, മറ്റുള്ള ഇപ്പം ജനങ്ങളുടെ ഒരു ഏരിയ ഒരുപാട് ഹാബിറ്റാറ്റ്സ് ഉള്ള അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഏരിയ ആണെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ ഒപ്പീനിയൻ എടുക്കണം. എന്നുവെച്ചാൽ അങ്ങനെ വയലുകൾ നികത്തുന്നതിനെതിരെയുള്ള അഭിപ്രായങ്ങൾ വരും. അങ്ങനെ ഒരു റിക്വയർമെൻറ്റ് 30 കാറ്റഗറീസ് തന്നെ ഉണ്ട്. ഇതിൽ ഇത്രയും റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ന്യൂക്ലിയർ പവർ പ്ലാന്റ്, റിവർ വാലി പ്രോജക്റ്റ്, ടൂറിസം പ്രോജക്റ്റ്, തെർമൽ പവർ പ്ലാന്റ്, ഇതിനെല്ലാം ഹൈലി EIA റിപ്പോർട്ട് ഏറ്റവും മാൻഡേറ്ററി ആയിട്ടുള്ള കമ്പൽസറി ആയിട്ടുള്ള പ്രോജക്ട്സ് ആണ് ഇതിന്. കാരണം കൂടുതൽ പ്രകൃതി അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് മേലെ ഇമ്പാക്റ്റ് വരാൻ ചാൻസ് ഉള്ള ആസ്പെക്ട്സ് ആണ് ഇതെല്ലാം.
പിന്നെ അതിൽ ടു സെലക്ട് കമ്പോണൻറ്റ് ഏജൻസി ടു അണ്ടർടേക്ക്. പിന്നെ എന്താണെന്ന് വെച്ചാൽ പ്രൊജക്ട് പ്രൊപ്പോണൻസ് ആണത് ചില ഏജൻസീനെ ഏൽപ്പിച്ചുകൊണ്ട് EIA റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി. അപ്പോൾ അത് എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യലാണ്. സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഇവർ ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നത്. എന്നിട്ട് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് അതോറിറ്റിയിലേക്ക് അത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം 90 days അസസ്മെൻറ്റിന് വെക്കും. എന്നിട്ടത് പബ്ലിക് ഹിയറിങ്ങിന് പോകും. അസസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് 90 days ആണ്. കാരണം ഇങ്ങനെ എന്നിട്ട് അവർ പഠിക്കലാണ്. ആ ഒരു ബോർഡ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, അവരത് ആ സ്റ്റഡി ചെയ്യലാണ്. ഏരിയ വന്നിട്ട് സർവേ ചെയ്തിട്ടും ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇത്രയും മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുമോ, ഇവർ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ട് കറക്റ്റ് ആണോ, ഒത്തൻറ്റിക് ആണോ എന്ന് എടുക്കാൻ അതിനുള്ള ടൈമാണ് 90 days. പിന്നെ അത് പാസ്സാക്കി കഴിഞ്ഞാൽ പബ്ലിക് ഹിയറിങ്ങിന് വെക്കുകയാണ്. അറ്റ് ലോക്കൽ ലെവൽ ഫോർ ഒപ്പീനിയൻ ബോത്ത് ഫോർ ആൻഡ് എഗെയിൻസ്റ്റ്. അത് ആൾക്കാർക്ക് പറയാം, ഇത് ശരി ഓക്കെ ആണ് അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് അവർക്ക് പറയാം. അപ്പം അങ്ങനെ ഡിസിഷൻ 30 days പറഞ്ഞ്, അതുപോലെ ക്ലിയറൻസ് ഗ്രാൻറ്റഡ് പീരിയഡ് ഓഫ് 5 years ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇത്രയും ടൈമിൻ്റെ ഉള്ളിൽ ക്ലിയറൻസ് ഗ്രാൻറ്റ് ചെയ്യലാണ്. സോ ഫ്രം ദി കമൻസ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ദി പ്രോജക്ട്സ്. അപ്പോൾ അങ്ങനെയാണ് ഈ പറയുന്ന അതിന് വേണ്ടി. അങ്ങനെ വേറെ ഒരു പ്രോബ്ലവും ഇല്ലെങ്കിൽ, മറ്റുള്ള ആരും സ്റ്റേ ഒന്നും പറയുന്നില്ലെങ്കിൽ മാത്രമാണ് ഒരു പ്രോജക്റ്റ് ബിഗിൻ ചെയ്യാനുള്ള പ്രൊവിഷൻ ത്രൂ EIA കിട്ടുന്നത്. അല്ലെങ്കിൽ EIAൻ്റെ ഇമ്പാക്റ്റ് അസസ്മെൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു പ്രോജക്റ്റിൻ്റെ അസസ്മെൻ്റ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് വരുന്നത്. അത് റിപ്പോർട്ട് സബ്മിഷനാണ് ഈ പറയുന്ന പോർഷൻ പറയുന്നത്.